പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രെയിൻ യാത്രയാണ്. ഞാൻ ഈ ഇംഗ്ലണ്ടിലെത്തിയതിന് ശേഷം ആദ്യമായിട്ടാണ് ട്രെയിനിലൊരു യാത്രയാണ്. അത് ഇംഗ്ലണ്ടിൻ്റെ സൗത്ത് സൈഡിൽ നിന്ന് നോർത്ത് സൈഡിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. ഏകദേശം ഒരു 7 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു യാത്രയാണിത്. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ബസ് യാത്രയിൽ നമുക്ക് കൂടുതലും റോഡിലൊന്നും കാഴ്ചകളൊന്നും കാണാനില്ല. ഇത് കുറച്ചുകൂടെ നല്ല ഗ്രാമങ്ങൾ ആ ഭാഗത്തേക്കൊക്കെയാണ് ട്രെയിൻ പോകുന്നത്. നല്ലൊരു പ്ലേസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഈ കാണണ്ട പൈററ്റ്സ് ഓഫ് കരീബിയനെ പോലത്തെ ഷിപ്പ്. അതിൻ്റെ ബാക്കിൽ കാണുന്ന നേവിയുടെയൊക്കെ ഒരു ഷിപ്പാണ്. മെയിനായിട്ട് ഈ പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫിഷറീസ് ആൾക്കാരൊക്കെ ആയിട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു പ്ലേസാണ്. ഫിഷ്മാൻസ് അങ്ങനത്തെ കുറേ ആൾക്കാർ കൂടുതലുള്ള ഒരു പ്ലേസാണ്. പഴയ ഒരു കാലഘട്ടം എങ്ങനെയാണ് അതുപോലെ തന്നെ അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല രീതിയിലൊക്കെ. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പിനാക്ക ടവർ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ ഇതെല്ലാം കാഴ്ച നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, 2 മാസം മുമ്പുള്ള. ആ വീഡിയോയിൽ എല്ലാ കാഴ്ചയുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിൻ യാത്ര എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തന്നെ. അതിനു മുമ്പായിട്ട് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അവിടെ വലിയൊരു ഷിപ്പ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഷിപ്പുകൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. ഇവിടെ ചെറിയ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡാണത്. പോർട്സ്മൗത്ത് ഹാർബർ സ്റ്റേഷനാണിത്. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ബസ് സ്റ്റേഷൻ. ഞാൻ അതിന് മുമ്പ് അവിടെയൊക്കെ ബസ് യാത്ര നാഷണൽ എക്സ്പ്രസ് ഒക്കെ വന്നാൽ അവിടെയാണ്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക്. എനിക്ക് 10:15 ട്രെയിൻ. അപ്പോൾ ഇനി ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് പോകണം. അവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഞാൻ ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഏത് കാർഡ് ഉപയോഗിച്ചാണ് ചെയ്തത്, നമ്മുടെ ബാങ്ക് കാർഡ് ഇവിടെ ഈ മെഷീനിൽ ഇട്ടിട്ട് നമ്മുടെ ടിക്കറ്റ് ഒരു നമ്പർ ഉണ്ട്, റെഫറൻസ് നമ്പർ ഉണ്ട്. ആ നമ്പർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കിട്ടും. ഈ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നേരിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പോർട്സ്മൗത്തിൽ നിന്നുള്ള ട്രെയിനിൽ കയറി. ഇതൊരു ലോക്കൽ ട്രെയിനാണ്, എന്നാലും നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയുള്ള ഒരു ട്രെയിൻ തന്നെയാണിത്. വലിയ ലക്ഷറി ട്രെയിനൊന്നും അല്ല, എന്നാലും അടിപൊളി ട്രെയിനാണ്. നല്ല ഇൻറ്റീരിയറിലൊക്കെ നല്ല അടിപൊളിയാണ് കാണാൻ. 10:15 ഇവിടെ ഈ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുക്കണത്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ലങ്ഡം വിക്ടോറിയയിലേക്ക് നമുക്ക് അടുത്ത ട്രെയിൻ കയറിയിട്ട് വേണം പോകാൻ. അവിടെ നിന്ന് വേറൊരു ട്രെയിൻ കയറാനുണ്ട്. ഏകദേശം ഒരു 4 ട്രെയിൻ ഉണ്ടല്ലേ? ഏകദേശം 4 ട്രെയിനായി. 4 ട്രെയിൻ ഉണ്ട്. 4 ട്രെയിൻ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ ചെല്ലാൻ, മിഡിൽസ്ബ്രോ ചെല്ലാൻ. ഡാർലിംഗ്ടണിൽ നിന്നാണ് നമുക്ക് മിഡിൽസ്ബ്രോയിലേക്ക് ട്രെയിനുള്ളൂ. അത് ലോക്കൽ ട്രെയിനാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തു. ഞങ്ങൾ ഇവിടെ നിന്നുള്ള അതായത് ഈ പോർട്സ്മൗത്തിൽ നിന്ന് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഉള്ള ട്രെയിൻ ചിലപ്പോൾ ഒരു മിനിറ്റ് ലേറ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ പേടിയുണ്ട്. കാരണം വിക്ടോറിയയിൽ ചെന്ന് കഴിയുമ്പോൾ, അത് ലണ്ടൻ വിക്ടോറിയ ചെന്ന് കഴിയുമ്പോൾ ആ ട്രെയിൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടുത്തെ ട്രെയിൻ മിസ്സാവാൻ സാധ്യതയുണ്ട്. വിക്ടോറിയയിൽ നിന്നുള്ള ട്രെയിൻ മിസ്സാവുമെന്നൊരു പേടിയുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. ബൈ പോർട്സ്മൗത്ത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഈ ട്രെയിൻ പോകുന്നത് പോർട്സ്മൗത്തിൻ്റെ ടൗണിൽ കൂടെ തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രാമങ്ങളൊക്കെ കാണാൻ കഴിയും. നമുക്ക് ലിപ്സ്റ്റിക് ടവറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ഈ പോർട്സ്മൗത്തിൻ്റെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ബിൽഡിങ് പോർട്സ്മൗത്തിൽ നിന്ന് വന്ന ട്രെയിനിൽ നിന്ന് നമ്മൾ ഹാവൻഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ നിന്ന് ലങ്ടൺ വിക്ടോറിയയിലേക്കാണ് നമുക്ക് അടുത്ത ട്രെയിൻ കയറേണ്ടത്. അപ്പോൾ ആ ട്രെയിനിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. മാസ്ക് വെച്ചില്ലെങ്കിൽ മാക്സിമം കിട്ടാവുന്ന ഫൈൻ നോക്കി 6400 പൗണ്ട്. ഏകദേശം നാട്ടിൽ 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. എൻ്റെ ദൈവമേ. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട് ലണ്ടൻ വിക്ടോറിയയിലേക്കുള്ള. ഇതിന് കുറച്ചുകൂടെ ബോഗിയൊക്കെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടെ മാറ്റമുണ്ട് മറ്റു ട്രെയിൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ
ഹാവൻഡ് എന്നുള്ള സ്ഥലത്ത് നിന്ന് ലണ്ടൻ വിക്ടോറിയയിലേക്കുള്ള ഒരു ലോക്കൽ ട്രെയിനിലാണ് നമ്മൾ കയറിയിരിക്കണത്. ലോക്കൽ ട്രെയിൻ എന്നൊന്നും പറയാനില്ല, ഞാൻ കാണിച്ചില്ലായിരുന്നു ട്രെയിൻ എങ്ങനെയാണെന്ന്. നമ്മുടെ കൊച്ചി മെട്രോ ട്രെയിൻ എങ്ങനെ ആയിരിക്കണേ അതേപോലത്തെ ഒരു ട്രെയിൻ, സ്പീഡ് കുറവാന്ന് മാത്രമേ ഉള്ളൂ. ആകെ 4 ബോഗിയേ ട്രെയിനുള്ളൂ. ഇതൊരു ലോക്കൽ ട്രെയിനാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കുറച്ചുകൂടെ വലിയ ട്രെയിനായിരിക്കും. ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചിലും പറയാനില്ല, നല്ല അടിപൊളിയായിട്ടാണ് ട്രെയിൻ ഇരിക്കുന്നത്. നല്ല നീറ്റാണ് എല്ലാം. പിന്നെ ഗ്ലാസ്സിലൊക്കെ ഇച്ചിരി പൊടിയായതുകൊണ്ട് ഇനി പുറത്തേക്കുള്ള കാഴ്ച ഇച്ചിരി മങ്ങിയായിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ടൗൺ ഏരിയ പോലത്തെ ഉള്ള ഏരിയ ആണ് ഇപ്പോൾ കൂടുതലും, അതുകൊണ്ടാണ് ഞാൻ പുറത്തെ കാഴ്ച കാണിക്കാത്തത്. ഞാൻ അങ്ങോട്ടുള്ളതെല്ലാം കാണിച്ചു തരാം. ഞാൻ അതിന് മുമ്പ് ഇവിടുത്തെ ടിക്കറ്റ് കാണിച്ചു തരാം. ടിക്കറ്റ് കളയാതെ ഞാൻ പോക്കല്ല ടൈം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. കണ്ടോ, നമ്മുടെ നാട്ടിലുള്ള ട്രെയിനിൻ്റെ അതേ ഒരു ടിക്കറ്റ് തന്നെയാണ് എനിക്ക്. കുഴപ്പമില്ല, നല്ല യാത്രയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പെട്ടുപോയായിരുന്നു. ഫസ്റ്റ് ഞാൻ പോർട്സ്മൗത്തിൽ കാണിച്ചില്ലായിരുന്നു, അവിടെ ചെന്നപ്പോൾ ട്രെയിൻ ക്യാൻസൽ എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വേറെ ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് ആ ട്രെയിനിൽ കയറി ഇപ്പോൾ വേറെ സ്ഥലത്ത് വന്ന് ഇറങ്ങി. ഇനി അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ലണ്ടൻ വിക്ടോറിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം ഇപ്പോൾ സമയം 11 മണി, 12:30 ആകുമ്പോഴേക്കും ചെല്ലും. ഏകദേശം 1-1.5 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട് വിക്ടോറിയയിലേക്ക്. വിക്ടോറിയയിൽ നിന്ന് നമ്മൾ ട്യൂബിൽ കയറിയിട്ട് ഏകദേശം ഒരു 3-5 പൗണ്ടിനടുത്ത് അത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കിങ് ക്രോസ് റോഡ് എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ ചെന്നിട്ട് വേണം നമുക്ക് ഡാർലിംഗ്ടൺ ചെല്ലാൻ. ഡാർലിംഗ്ടണിൽ നിന്ന് നമ്മൾ അടുത്ത ട്രെയിൻ എടുത്തിട്ട് ഇതുപോലെ തന്നെ ലോക്കൽ ട്രെയിൻ ഉണ്ട്, 2 ബോഗി 3 ബോഗിയുള്ള ആ ട്രെയിൻ എടുത്തിട്ട് വേണം നമ്മൾ മിഡിൽ ഈസ്റ്റ് പ്രോയിൽ ചെല്ലാൻ. അപ്പോൾ ടിക്കറ്റൊക്കെ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ട്യൂബിൻ്റെ ഒരു മാത്രമാണ് നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ എടുത്താണ്. ഇപ്പോൾ ഈ പോർട്സ്മൗത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് പ്രോ വരെ എനിക്ക് ഏകദേശം 88 പൗണ്ട് വന്നു. അതൊരു ഓഫറിൽ കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ 300 പൗണ്ടിലേക്ക് അടുത്ത് റേറ്റ് വന്നു. അതൊരു ഓഫറിൽ എനിക്ക് കിട്ടിയതാണ്, എന്തൊരു ഭാഗ്യത്തിന് കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ നാഷണൽ എക്സ്പ്രസ്സിന് പോകണമെങ്കിൽ ഏകദേശം ഒരു 100 പൗണ്ട് 120 പൗണ്ടൊക്കെ നാഷണൽ എക്സ്പ്രസ്സിന് വരെ, അതിലും പൈസ കുറച്ചിട്ടാണ് എനിക്കിതിൻ്റെ കിട്ടിയത്. അതേതായാലും ഒരു ലെക്കായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ ആ ട്രെയിനൊന്ന് ക്യാൻസലായപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. കാരണം ഒരു ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഈ കണക്റ്റായിട്ട് പോകണതുകൊണ്ട് ഭയങ്കര സീനാവും. 1 മിനിറ്റ് 2 മിനിറ്റിനൊക്കെ ഗ്യാപ്പാണെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യണോണ്ട് നമുക്ക് പ്ലാറ്റ്ഫോം ഒന്നും മനസ്സിലാവത്തില്ല. ഇത് ദൈവാദിനം കൊണ്ട് ഇതുവരെ ഓക്കെയാണ്. ഇനി അങ്ങോട്ടുള്ളതിൽ ഓക്കെ ആവുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ഈ നല്ല സീനറിയൊക്കെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ, ട്രെയിനിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ച. ഓക്കെ, പുറത്തെ കാഴ്ച കാണുന്നതിന് മുമ്പ് ഈ ട്രെയിനിൻ്റെ ഉൾഭാഗമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇത് കുറച്ചുകൂടെ അടിപൊളിയാണ്. കഴിഞ്ഞ ആദ്യം കയറിയ ട്രെയിനേക്കാളും കുറച്ചുകൂടി നല്ല ട്രെയിനാണ്. ഇനി എനിക്ക് ഇതിൻ്റെ ടോയ്ലറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഈ ഡോറിൽ നിൽക്കണം ടോയ്ലറ്റ് തുറക്കാൻ. ഡോർ തുറന്നു വരും. ടോയ്ലറ്റ് അടിപൊളി ടോയ്ലറ്റാണ്. ഇവിടെ കൈങ്ങ അടിയിൽ വെച്ചാൽ അത് വെള്ളം വരും. ഇത് ഡ്രൈ ആയിട്ട് കിട്ടും. സോപ്പ് ഒക്കെ കിട്ടാൻ ടോയ്ലറ്റ് ടിഷ്യൂ അവിടെ. സാധാ യൂറോപ്യൻ ടോയ്ലറ്റ് നമ്മളിതിൽ പിടിച്ചടയ്ക്കണം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടണിൽ നിൽക്കണം. അപ്പോൾ ഡോറ് തന്നെ തുറക്കും. സിമ്പിളല്ലേ, നല്ല നീറ്റല്ലേ ടോയ്ലറ്റ് ഉണ്ട്. തിരിച്ചടയ്ക്കുക. വലിയൊരു ഡോറാണ്, അടിപൊളി ട്രെയിനാണ്, നല്ല നീറ്റാണ്. നമ്മൾ പുറത്തുള്ള കാഴ്ച അവിടെ കുറേ ക്യാബേജ് കൃഷിയെല്ലാം കാണാം. ഫുള്ള് ഫാമായി ഈ ഭാഗത്ത് മൊത്തം. പുറത്ത് നല്ല കോടയാട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഗ്ലാസ്സിലെ പൊടിയും കൂടി ആയിപ്പോൾ അടിപൊളിയായി. ആ ഗ്ലാസ്സിലെ പൊടി കണ്ടോ, ശരിക്കും ആ ഗ്ലാസ്സിലെ പൊടി എടുത്ത് കാണിക്കുന്നത് പുറത്തെ കാഴ്ചക്കാലും കൂടുതൽ. നല്ല കോടയാട്ടോ, നമുക്ക് നേരിട്ടാണ് നല്ലൊരു ഭംഗിയാണ്. പക്ഷേ ഈ പൊടി കാരണം കോടയും കാരണം എനിക്ക് നിങ്ങളെ വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ക്യാമറ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിട്ട് നേരെ പുറത്തേക്ക് നോക്കിയാണ് ഞാനിരിക്കുന്നതേ. ഇവിടെ കുറേ ചെറിയ ചെറിയ ടണലുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഭയങ്കര സൗണ്ട് അങ്ങ് മാറും. മൊത്തം മൂടൽമഞ്ഞ, ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് നിൽക്കണ മരങ്ങളും അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാഴ്ച പോലും നമുക്ക് കാണാൻ പറ്റില്ല. ട്രെയിൻ പോകണ വഴിക്ക് പോണ വഴി ഫുള്ളും ഓരോ ഫാമുകളും ഓരോ കൃഷിത്തോട്ടവും. ഒരു വലിയ കാസിലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. ഫോർഡ് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥലം കേൾക്കുന്നത്. ഫോർഡ്
ഞാൻ ഇങ്ങോട്ട് മഞ്ഞ് കാണിച്ചു തരാം. മൊത്തം മൂടൽ മഞ്ഞാണ്. ചെറിയ മലയും കുന്നുകളൊക്കെ കൂടുതൽ. അവിടെ മറ്റേ ആടുകളൊക്കെ, ചെമ്മരിയാടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ തണുപ്പത്ത് ഇതൊക്കെ എങ്ങനെ നിൽക്കണമെന്ന് അറിയുന്നത്. വെറുതെ ഇല്ല ഇതിൻ്റെ തൊലിക്കൊക്കെ ഇത്ര കട്ടി. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല സൂപ്പറൊക്കെ ആണ് ശരിക്കും. ഇവിടെ ഭയങ്കര വെയിൽ. അത് മാത്രമല്ല മഞ്ഞ് വീണ് കിടക്കണുണ്ടോ, ശ്രദ്ധിച്ചു നോക്ക്. അതിൽ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ഇങ്ങനെ മിസ്റ്റായിട്ട് ഇങ്ങനെ ശരിക്കും മഞ്ഞ് ഇങ്ങനെ നല്ല രസമാണ്. ശരിക്കും മഞ്ഞ് കട്ട വീണ് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. നല്ല ഭംഗിയാണ്. ഭാഗത്ത് ഫുള്ള് ആടുകളൊക്കെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. നല്ല ഭംഗിയാണ് കാണാൻ. അടിപൊളി. കുറേ ഓടുന്ന എന്ത് രസമൊക്കെ കാണാമെന്നറിയാം. നല്ല പ്ലേസ് ആട്ടോ അത്. ശരിക്കും നമ്മൾ ട്രെയിൻ യാത്ര ചെയ്ത് നമ്മുടെ നേരിട്ട് നമ്മൾ കാണുന്നതിൻ്റെ ഒരു ഫീലിംഗ് അടിപൊളിയാണ്. ഇപ്പോൾ ക്യാമറയിൽ ഇതിൻ്റെ ഭംഗി എനിക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഈ സീസൺ ആയതുകൊണ്ട് അധികം കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റത്തില്ല. ഒരു 2 മാസം മുമ്പുള്ള ഞാൻ വന്നപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിറങ്ങി സെറ്റപ്പായിരുന്നു. ചിലപ്പോൾ ലണ്ടൻ്റെ ഭാഗത്തൊന്നും ഇത്ര മൂടൽ മഞ്ഞ് ഉണ്ടാകത്തില്ല. അങ്ങോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ട്രെയിൻ അടുത്ത സ്റ്റേഷൻ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനാണ്. അതിനുശേഷം നമ്മൾ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്ന് ട്യൂബിൽ കിങ് ക്രോസ് റോഡിലേക്ക്, അതായത് കിങ് ക്രോസ് സ്റ്റേഷനിലേക്ക് പോകും. അവിടെ നിന്ന് ഡാലണ്ടനിലേക്കുള്ള ട്രെയിൻ നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. ഇനി ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് ട്യൂബിനുള്ള ടിക്കറ്റ് എടുക്കാൻ നേരെ മുമ്പോട്ട് പോകണം. അവിടെ ആ ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് ചെല്ലാൻ. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാനുള്ളത്. ട്യൂബ് ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. അതിനുശേഷം ട്രെയിൻ വരുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നു പോവുകയാണ്. ശരിക്കും ഒരു ഗുഹ പോലെ ആയിരിക്കണേ സ്ഥലമെല്ലാം. ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് വഴി അത്ര മനസ്സിലാവുന്നില്ല. ഞങ്ങളിങ്ങനെ ആരോ നോക്കിയാണ് പോകുന്നത്. ഇവരെല്ലാ ഭാഗത്തേക്ക് ഇങ്ങനെ ആരോ മാർക്ക് കൊടുത്തതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഞങ്ങൾ അത് നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മളവിടെ എത്താറായി. അപ്പോൾ ഇതാണ് ട്യൂബ് ട്രെയിൻ. അതിൻ്റെ ഉൾവശമാണിത്. ഞാനതിൽ കയറുന്ന ഭാഗമൊന്നും വീഡിയോ എടുത്തില്ല. ഏകദേശം നമ്മുടെ മെട്രോയുടെയൊക്കെ ഒരു സീറ്റ് ഇരിക്കുന്ന എങ്ങനെയാണോ ആ രീതിയിലാണ് ഇതിൻ്റെ സീറ്റും. ആ ഡോറൊക്കെ അതുപോലെ തന്നെ ഇരിക്കണം. നല്ല സ്പീഡായി ഈ ട്രെയിന്. അപ്പോൾ ഈ ട്യൂബിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം നമ്മൾ കിങ് ക്രോസ് റോഡിലേക്ക് അല്ലെങ്കിൽ കിങ് ക്രോസ് സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാൻ. ഇത് പെട്ടെന്ന് എത്തും. വളരെ ഫാസ്റ്റായിട്ടൊരു ട്രെയിനാണിത്. ട്യൂബ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇവിടെ വെച്ചാണ് ഹാരി പോട്ടറിൻ്റെ ഒരു സീൻ ചിത്രീകരിച്ചത്. ഇവിടെ അതിൻ്റെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ആ ഷോപ്പ്. ആ ചിത്രത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു ഷോപ്പ് വെച്ചേക്കുന്നതാണ്. അവിടെ കുറേ ക്യാരക്ടറുടെ കുറേ സാധനങ്ങളും കുറേ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആ ചിത്രത്തിൻ്റെ പേരിൽ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഒരു ട്രോളി ഉണ്ടായിരുന്നു. അത് ആ ചുമരിലേക്ക് ഇടിച്ച് കയറുന്ന രീതിയിലുള്ളത്. അത് ഇപ്പോൾ അവർ എടുത്ത് മാറ്റി. ഇവിടെ ആയിരുന്നു ആ ട്രോളി ഇരുന്നത്. ഇപ്പോൾ അത് എടുത്ത് മാറ്റി. അപ്പോൾ ഈ കാണുന്നതാണ് കിങ് ക്രോസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾവശം.
ശരിക്കും എനിക്ക് 1 മണിക്കുള്ള ട്രെയിനായിരുന്നു പോകേണ്ടത്. പക്ഷേ ഞങ്ങൾ ട്രെയിനൊക്കെ മാറി വന്നപ്പോഴേക്കും ട്രെയിൻ വേറെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും ഞങ്ങൾക്കിവിടെ ട്രെയിൻ മിസ്സായി. അത് കഴിഞ്ഞ് ശേഷം പിന്നെ ഞങ്ങൾക്ക് അടുത്ത ട്രെയിൻ ഉള്ളത് 3 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറിനടുത്ത് ഇവിടെ പോസ്റ്റായിട്ട് നിൽക്കേണ്ട അവസ്ഥയായി. ഞങ്ങൾ 1 മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ വന്നത്. ഏകദേശം 1.5 മണിക്കൂർ പിന്നെ ഇവിടെ പോസ്റ്റായി. പിന്നെ ഞങ്ങൾ മിസ്സായെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നല്ലൊരു സ്ത്രീയായിരുന്നു. പുള്ളിക്കാരത്തി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനിലേക്കുള്ള റിസർവേഷൻ സീറ്റും കൂടെ ഞങ്ങൾക്ക് ഒപ്പിച്ചു തന്നുള്ളൂ. എന്ത് നല്ല സ്ത്രീയാണെന്നറിയാമോ. നമ്മുടെ നാട്ടിലുള്ള റെയിൽവേയിലെ സ്ത്രീകളോടൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലോടായാലോ റെയിൽവേ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാരുടെയൊക്കെ ഒരു ജാട കണ്ടു കഴിഞ്ഞാൽ നമ്മളേതാണ്ട് പിച്ചക്കാരാണ്, അവരുടെ ഫ്രീ ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യണോ ഇല്ല, അതൊക്കെ ഇവർ കണ്ടുപിടിക്കും. എന്ത് മര്യാദയ്ക്കോ സംസാരിച്ചതെന്നറിയാമോ. ഞങ്ങൾക്ക് അടുത്ത ട്രെയിൻ ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ആ ടിക്കറ്റ് തന്നെ അടുത്ത ട്രെയിൻ ഒപ്പിച്ച് തന്ന് റിസർവ് അതായത് സീറ്റ് എടുത്തു തന്നു. എന്ത് നല്ല സ്ത്രീയാണെന്ന് അറിയാം. ഞാൻ ഒരിക്കലും മറക്കത്തില്ല ആ ട്രെയിൻ. എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി ലണ്ടനിൽ വെച്ച്. അപ്പോൾ ഏതായാലും ഞങ്ങൾ യാത്ര മുടങ്ങിയില്ല. ഞങ്ങൾ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ കാണുന്ന ടൈം ടേബിളിൽ നമ്മുടെ സമയം കാണിക്കും. പക്ഷേ നമ്മുടെ ട്രെയിൻ എത്താറാവുമ്പോൾ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ആ ടേബിൾ. ഇപ്പം ഞങ്ങളുടെ നിൽക്കുന്ന 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആ ടേബിൾ. അത് കഴിഞ്ഞിട്ട് അത് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ അത് 1-ാമത്തെ ടേബിളിൻ്റെ അവിടെ വരെ എത്തും. അത് ഏറ്റവും ആദ്യത്തെ ടേബിളിലെത്തും. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കടന്നു പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ കൊറോണ കാരണം എല്ലാവർക്കും പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ട്രെയിനിലാണ് നമുക്ക് പോകാനുള്ളത്. എല്ലാ ട്രെയിനും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇത് ബുള്ളറ്റ് ട്രെയിനാണിത്. ഇത് ജപ്പാൻ ടെക്നോളജിയാണ് ഈ ട്രെയിനിൽ യൂസ് ചെയ്യുന്നത്. ഹിറ്റാച്ചി എന്ന കമ്പനിയുടെ അവരുടെ എഞ്ചിനാണ് ഈ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡാർലിംഗ്ടണിലേക്കുള്ള ട്രെയിനിൽ കയറി. ഇതൊരു 3 മണിയാകുമ്പോഴേക്ക് എടുക്കും. ഇപ്പോൾ 2:51 ആയിട്ടുള്ളൂ. നല്ല കിടിലൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ട്രെയിൻ. ഫ്ലൈറ്റ് തോറ്റു. അത്ര ക്ലീനാണ്, പെർഫെക്റ്റ്. എന്നെ നീറ്റാണെന്നറിയും. ഇന്ത്യയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ട്രെയിൻ വരാൻ ഏത് കാലത്ത് വരുമെന്ന് അറിയില്ല. എന്നാലും കിടിലൻ ട്രെയിനാണ്. ഞാൻ എൻ്റെ ഉള്ളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇനി അങ്ങോട്ടുള്ള നല്ല സീനറി ആയിരിക്കും പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ ഇപ്പം ഒരു 3 മണി 4 മണി ആകുമ്പോഴേക്ക് ഇരുട്ടാവും. അതാണ് ഏറ്റവും വലുത്. നല്ല ഭാഗം എത്താറായപ്പോഴേക്കും മിക്കവാറും ഇരുട്ടാവും. അത് അങ്ങനെ ആവില്ല. ദൈവം ഞങ്ങളൊരു 5:30 ആകുമ്പോഴേക്ക് എത്തും. പക്ഷേ അതിന് മുമ്പുള്ളൊരു സീനറിയൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. എന്തായാലും നല്ലൊരു വെളിച്ചം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വിൻഡോ സീറ്റാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ വിൻഡോ സീറ്റ് ചോദിച്ച് മേടിച്ച് വിൻഡോ സീറ്റിലായിരിക്കുന്നത്. എന്തായാലും ഞാൻ നിങ്ങളെ ഇതെല്ലാം കാണിച്ചു തരാം. ഒരു ട്രെയിനിൻ്റെ ഉൾവശമാണ്. നോക്കി പിന്നെ കിട്ടില്ല. നോക്ക്, ഫ്ലൈറ്റാന്ന് വിചാരിക്കും. സെറ്റപ്പില്ല, ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ആകെ ഞാനും വൈഫും പിന്നെ ഒരാളും കൂടെ ആകും. 3 പേരുള്ളൂ ഈ കമ്പാർട്ട്മെൻറ്റിൽ. ഹാരി പോട്ടർ ഫിലിമിൽ ഈ സീൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ പ്ലാറ്റ്ഫോമൊക്കെ ആ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. ഈ വാളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഫിലിം കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തു. അപ്പം നേരെ നമ്മളിനി ഡാർലിംഗ്ടണിലേക്കാണ് പോകുന്നത്. ഇതാ പ്ലാറ്റ്ഫോം കണ്ട. ഈ പ്ലാറ്റ്ഫോമിലാണ് ഹാരി പോട്ടർ ഷൂട്ടിംഗ് പിടിച്ചത്. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ്. അന്ന് കുറച്ചുകൂടി സെറ്റൊക്കെ ഇട്ട് അവർ പഴയ മോഡലാക്കിയെന്നുള്ളൂ. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ആ ഷൂട്ടിംഗ് നടന്നത്. ഇപ്പം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയായിട്ട് ഇരിക്കുന്നത്. വലിയ മാറ്റമൊന്നും കാണുന്നില്ല. പിന്നെ കുറച്ചുകൂടെ വൃത്തി കൂടുതലുണ്ടെന്ന് മാത്രം. കുറച്ചുകൂടെ അല്ല, നല്ല വൃത്തിയുണ്ട്. നല്ല സെറ്റപ്പ് യാത്രയാണ്. കാരണം നല്ല അടിപൊളിയായിട്ട് ഫ്രീ വൈഫൈയും ഉണ്ട്. നമുക്ക് ഫുഡ് കഴിച്ച് നല്ല നീറ്റ് ടേബിളും എല്ലാം അടിപൊളിയാട്ടോ. ട്രെയിൻ ഒന്നും പറയാനില്ല. ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലണ്ടനിലല്ല ഇംഗ്ലണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ട്രെയിൻ യാത്ര ഒന്ന് അനുഭവിക്കണം. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ്. ലോങ് ട്രെയിൻ യാത്രയാണ് ഏറ്റവും നല്ലത്. ഈ ട്രെയിൻ അങ്ങോട്ട് പോകുന്നത് സ്കോട്ട്ലാൻഡിലേക്കുള്ള ട്രെയിനാണ്. ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ അവിടെ നിന്ന് ഡാർലിംഗ്ടണിൽ നിന്ന് സ്കോട്ട്ലാൻഡിലേക്ക് ട്രെയിൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടിപൊളി യാത്രയായിരിക്കും സ്കോട്ട്ലാൻഡ് റൂട്ട്. ഇത് തന്നെ എന്ത് ഭംഗി. അപ്പോൾ സ്കോട്ട്ലാൻഡിലുള്ള റൂട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതൊരു ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രെയിൻ യാത്ര ചെയ്യാത്തവരും എന്തായാലും ട്രെയിനിലൊന്ന് യാത്ര ചെയ്ത് നോക്കണം. നമ്മൾ ബസ്സും ഫ്ലൈറ്റിൽ ഇവിടുത്തെ ട്രെയിനിലൊന്ന് യാത്ര ചെയ്തൊക്കെ സൂപ്പറാണ് എന്തായാലും.
അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നല്ല ഭംഗിയാണ്. പക്ഷേ ഈ ക്യാമറയിൽ നല്ല ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഗ്ലാസിൻ്റെ. അതിലും കുഴപ്പമില്ലാതെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ വൈഫൈ എന്ന് പറഞ്ഞാൽ കിട്ടില്ല സ്പീഡാണ്. എന്നെ സ്പീഡാണെന്നറിയാമോ? ഞാൻ ഇവിടുത്തെ കുറേ പടമൊക്കെ ഡൗൺലോഡ് ചെയ്തു. പിന്നെ ആമസോൺ പ്രൈം ഉള്ള കാരണം നമുക്ക് ഓൺലൈനിൽ സിനിമ കാണാനും പറ്റി. കുറച്ച് പടമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടു. നല്ല സ്പീഡാണ്. വീട്ടിലെ ബ്രോഡ്ബാൻഡിനേക്കാൾ നല്ല സ്പീഡാണ് എനിക്ക്. ഈ ട്രെയിൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നിട്ടും എന്നെ സ്പീഡാണെന്നറിയാം. ഫോണിൻ്റെ നെറ്റ്വർക്കൊക്കെ ഇച്ചിരി സ്ലോ ആയിരിക്കും, പക്ഷേ ഇവരുടെ നെറ്റ്വർക്ക് നല്ല സ്പീഡാണ്. നല്ല അടിപൊളിയാണ്. നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോസൊക്കെ കാണാനും പറ്റുന്നുണ്ട്. നല്ല അടിപൊളി നെറ്റ്വർക്കാട്ടോ. അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. വീട്ടിലെ നെറ്റ്വർക്കിനൊന്നും ഇത്ര സ്പീഡില്ല. ഇത് നല്ല സ്പീഡായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള മെഗാ ബസ്സിലാണ്. അത് ഏകദേശം ഒരു 10 മണിക്കൂർ ട്രാവലുണ്ട്. ഇത് ടോട്ടൽ ഒരു 6 മണിക്കൂർ ട്രാവലിംഗ് ആണ്. ഇനി അങ്ങോട്ടേക്കൊരു 3.5-4 മണിക്കൂർ ട്രാവലുണ്ട്. പക്ഷേ സംഭവം അടിപൊളി. ഒരു ബോറിങ് ഇത്ര നേരമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സ്ഥലങ്ങളും കണ്ടു, സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നു, പിന്നെ സീനറിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയാണ്. പിന്നെ തിരക്കൊന്നുമില്ല. ആകെപ്പാടെ 3 പേരേ ഉള്ളൂ. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവർ ക്ലീൻ ചെയ്തുകൊണ്ട് പോകുക. അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവർ മോപ്പൊക്കെ ചെയ്യണു. പിന്നെ ആളില്ലാത്ത ടേബിളെല്ലാം ക്ലീൻ ചെയ്യണു, ചെയറൊക്കെ ക്ലീൻ ചെയ്യണു, സീറ്റൊക്കെ എല്ലാം ക്ലീൻ ചെയ്യണു. വിൻഡോ ഒക്കെ പിന്നെ ക്ലീൻ ആട്ടോ. ആദ്യം കയറിയ ട്രെയിനിൻ്റെ വിൻഡോ ഒക്കെ ഭയങ്കര മോശമാണ്. പക്ഷേ ഇതിൻ്റെ വിൻഡോസൊക്കെ അടിപൊളിയാണ്. നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നമുക്കെല്ലാം പുറത്തേക്ക് നല്ല ക്ലീനായിട്ട് കാണാൻ പറ്റും. പിന്നെ ഞാൻ അധികം കാഴ്ച കാണിക്കാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരേ സെയിം തന്നെ മരങ്ങളും വീടിനൊക്കെ ഒരു ഷേപ്പ് വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ക എല്ലാ വീടും ഒരേ ഷേപ്പാണ് ഈ ഭാഗത്തേക്ക് നോക്കിയിട്ട്. നല്ല ഭംഗിയാണ് കാണാൻ സ്ഥലമൊക്കെ. നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗി ഫോണിൽ എത്ര എടുത്താലും കിട്ടത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ. എത്ര ക്ലാരിറ്റി ഉള്ള ഫോണിലാണെങ്കിൽ നമ്മൾ കണ്ണും കൊണ്ട് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗി ഒരിക്കലും ഒരു ഇതിനും കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് അങ്ങനെ ഇരിക്കാൻ പാടില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഒരേ വീട്ടിൽ നിന്ന് വന്നവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കണം. അവരൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ കുറച്ച് കൂടെ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് പോയുള്ളൂ. സംഭവം കൊള്ളാല്ലേ. ടോയ്ലറ്റൊക്കെ സൂപ്പർ. എന്നാൽ ടോയ്ലറ്റ് കാണിച്ചത് മറ്റേ ട്രെയിനിൻ്റെ ആയിട്ട് നല്ല. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ഇതെന്തൊരു ലക്ഷറി ട്രാവലിംഗ് എന്ന് പറയാം. ഇത് നമ്മൾ ഏതാ സ്റ്റാൻഡേർഡ് അല്ലേ? ഇത് സ്റ്റാൻഡേർഡ്. ഇതിൽ ഫസ്റ്റ് ക്ലാസ് അല്ല, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സീറ്റൊക്കെ കണ്ടാൽ ഞെട്ടിപ്പോകും. ഞങ്ങൾ ആദ്യം ഈ ട്രെയിൻ എപ്പോഴാണ് വിട്ടുപോകണമെന്ന് അറിയാമല്ലോ. കുറച്ച് സമയത്തേക്ക് തുറക്കത്തുള്ളൂ. നിസ്സാര മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടതാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എല്ലാത്തിനും നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാം കേട്ടോ. ബ്ലോക്കൊന്നുമില്ല. ഇന്റർ കണക്റ്റഡ് അല്ല. നല്ല അടിപൊളിയാണ് സംഭവം. ട്രെയിൻ യാത്ര ഞാൻ ഇത്ര നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള, നാട്ടിൽ പോലും എൻജോയ് ചെയ്തിട്ടുള്ള. ഡൽഹി വരെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ബോറിംഗ് അല്ലേ. AC-യിലായാലും എന്തൊരു സ്ലീപ്പറായാലും നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാഴ്ച കാണുന്നതിനൊക്കെ ബോറിംഗാണ്. പക്ഷേ ഇത് ഒരു സൂപ്പറാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കയറിയിട്ടുണ്ടാവും. എന്നാലും പിന്നെ വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കേട്ടോ. ട്രെയിൻ ഇവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. 400 പൗണ്ട് 300 പൗണ്ടൊക്കെയാണ് ഏറ്റവും കുറഞ്ഞത്. അതായത് ലോക്കൽ സഞ്ചരിക്കുന്നതിലല്ല പറഞ്ഞത്. നമ്മളിപ്പോൾ സൗത്തിൽ നിന്ന് പറഞ്ഞാൽ ലോങ്
പക്ഷെ എന്നാലും പൈസക്ക് ഉള്ളത് ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല നീറ്റാണ്. ഞാൻ ഏതായാലും ഞാൻ എനിക്ക് ഇതിൻ്റെ ടോയ്ലറ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒരു സംഭവം തന്നെയാണ് ഇത്. ലൈനർ എന്നല്ലേ ഈ ട്രെയിനിൻ്റെ പേര്? ലൈനർ. ഇതാണ് ഈ ഭാഗത്തേക്കുള്ള ട്രെയിനിൻ്റെ പേര്. എല്ലായിടത്തും സെപ്പറേറ്റ്. മറ്റേ സദേൺ റെയിൽ, ഇത് ലൈനർ എന്നാണ് പറയുന്നത് ഈ ട്രെയിൻ. എല്ലാ ട്രെയിനും ഒരേ പേരാട്ടോ. നിങ്ങളെ കാണിച്ചു തരാവേ. കാണിച്ചല്ലോ. മറ്റേ സംഭവം പോലെയൊക്കെ തന്നെ, പക്ഷെ നല്ല ക്ലീൻ സ്മെല്ലും എയർ ഫ്രഷ്നറൊക്കെ നല്ല പക്ക നീറ്റാട്ടോ. ഒന്നും പറയാനില്ല. എൻ്റെ ഫ്ലോറൊക്കെ ഉണ്ടോ. ഞാൻ ടോയ്ലറ്റ് ഒന്നും നോക്കി കാണിക്കുന്നില്ല. ബാക്കി ക്ലീനിങ്ങിൻ്റെ ഇതൊക്കെ കേട്ടോ എല്ലാം അടിപൊളിയാണ്. നല്ല പക്ക അടിപൊളിയാട്ടോ. ഒന്നും പറയാനില്ല. എല്ലാ ക്ലീനും ടോയ്ലറ്റും അത് ക്ലീൻ ആയാലും എല്ലാം കൊള്ളാം. ആ കണ്ണാടി തന്നെ ക്ലിയർ ആണെന്നുള്ളത്. ഈ സ്വിച്ചിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഡോറ് തുറക്കും. ചെറിയൊരു കുലുക്കമുണ്ട് കേട്ടോ. മറ്റേ ട്രെയിൻ അത്ര കുലുക്കം ഉണ്ടായിരുന്നില്ല, ഇതിന് ചെറിയ കുലുക്കമുണ്ട്. കുറച്ചുകൂടെ സ്പീഡ് കൂടുതലുണ്ട് കേട്ടോ ഈ ട്രെയിന്. അങ്ങനെ പുറത്തേക്ക് പോകാം. സിമ്പിളല്ലേ നോക്കി. അതിലൊന്നും ആരുമില്ല ആ ബോഗിയിലൊന്നും. തിരിച്ചങ്ങോട്ടേക്ക് സീറ്റിനങ്ങോട്ടേക്ക്. ഇവിടെ കിടന്ന് ഉറക്കാൻ. പിന്നെ ഈ ട്രെയിനിൽ നമുക്കൊരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, ബാറൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ലക്ഷറി ട്രാവലിംഗ് ആണ്. അതായത് ലോങ് ട്രാവൽ പോകുന്നവർക്ക് പറ്റിയ ട്രെയിനാണ്. കാരണം റെസ്റ്റോറൻറ്റും ബാർ യൂസ് ചെയ്യുന്നവർക്ക് ബാർ യൂസ് ചെയ്യാം. റെസ്റ്റോറൻറ്റ് എല്ലാ കാര്യം ഫുഡൊക്കെ അവരോട് എത്തിച്ചു തരും നമ്മുടെ അടുത്ത്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയി മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നമ്മുടെ ടേബിളിൽ വരും. അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഏകദേശം എത്താറായി. ഇനിയൊരു ഹാഫ് ആൻ അവർ കൂടുതൽ എനിക്ക് യാത്രയില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ ഈ ട്രെയിനിൻ്റെ ഉള്ളിലെ കാഴ്ചകളും അതുപോലെ പുറത്തുള്ള കാഴ്ചകളൊക്കെ അത്യാവശ്യം കാണിച്ചിട്ടുണ്ട്. കുറേ തന്നെ കാണിച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഇപ്പം തന്നെ കുറേ ലാഗായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു. ചിലവർക്ക് ബോറിംഗ് ആയി കാണുമെന്ന് തോന്നുന്നു. എന്നാലും ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്നുള്ള ഒരു സന്തോഷവും കൊണ്ടാണ് ഞാൻ ഇതെല്ലാം കാണിച്ചു തന്നത്. ഇവിടെ വരുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു യാത്രയൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഇനിയൊരു ഹാഫ് ആൻ അവർ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരിക്കും. ഇപ്പം തന്നെ ഇരുട്ടി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മിഡിൽസ്ബ്രോയിന് ഇറങ്ങിയിട്ട് ക്യാബ് വിളിച്ച് വീട്ടിലേക്ക് പോകണം. കുറച്ച് ദൂരമേ ഉള്ളൂ. എന്നാലും ലഗേജൊക്കെ ഉള്ളതാണ് ഞങ്ങൾ ക്യാബ് വിളിച്ച വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.